നമ്മൾ ഇന്ന് വെണ്ടയ്ക്ക തോരൻ മുട്ടയൊക്കെ ഒഴിച്ച് നമുക്ക് ഉണ്ടാക്കാം. അതുകൊണ്ട് മുണ്ടയ്ക്ക തോരൻ മുട്ടയുടെ മൂവും വെണ്ടയുടെ ഉണ്ടായും ചേർത്ത് നമുക്ക് മുണ്ടയ്ക്ക തോരൻ വെക്കാം. നീ എവിടെ ആയിരുന്നല്ലോ ഇത്രയും നേരമായിട്ട്? ഇത് തോരൻ വെക്കുന്ന വീഡിയോ ഇടാമെന്നും പറഞ്ഞ് വന്നവനാ, മുങ്ങിയവൻ ഇടയ്ക്ക്. അവനാ രാധാച്ചനിലൊക്കെ ഐസ്ക്രീം തിന്നാൻ പോയേക്കുന്നു. എന്നിട്ട് തീരാറായപ്പം വന്ന് മുട്ട, തേങ്ങ, ഒരു സവാള, പച്ചമുളക് ഒരെണ്ണം അരിഞ്ഞിട്ട് ഇനി ഒന്നുകൂടെ അടുത്തിട്ട് തീർന്നപ്പം വന്നേക്കുവാ. വട്ട അരിഞ്ഞ് എനിക്ക് വട്ടത്തി അരിയുന്ന ഇഷ്ടം, പക്ഷെ നീളത്തി അരിഞ്ഞ് ഞാൻ കഴിക്കുന്നില്ല. പക്ഷെ അത് ചിലർക്ക് അങ്ങനെ, ചിലര് വട്ടത്തി അരി ഞാൻ കഴിക്കത്തില്ല, നീളത്തി അരിഞ്ഞാലേ കഴിക്കത്തുള്ളൂ. ഞാനതുപോലെ കോവയ്ക്കാണേലും വട്ടത്തി അരിഞ്ഞാലേ കഴിക്കത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ കൂടെ ഉള്ള ഒരു സവാളയാണ്. നമ്മൾ തോരൻ അരിയുന്ന കൂട്ടങ്ങ് അരിഞ്ഞാൽ മതി. വെണ്ടയ്ക്ക ചെറുതായിട്ടല്ലേ അരിഞ്ഞേക്കുന്നത്. അമ്മമാർ പറഞ്ഞിട്ടുണ്ട് ഒത്തിരി സംസാരിക്കരുതെന്ന് ഇനിയും മുതൽ പാചകം ചെയ്യുമ്പോൾ. നന്ദപ്പനും ഉണ്ണിയും കൂടെ പറഞ്ഞേക്കുക. അതുകൊണ്ട് ഞാൻ ഇനി ഒത്തിരി ഇത് മാത്രമേ പറയുന്നുള്ളൂ. മുട്ട, തേങ്ങ, ഉള്ളി, വെണ്ടയ്ക്ക, കോവയ്ക്ക. എന്തുകൂടാ ഇത്? വെണ്ടയ്ക്ക ഏതാ കോവയ്ക്ക ഏതാന്ന് അറിയാൻ വയ്യ. നമ്മുടെ തവ വെച്ചു. അപ്പച്ചട്ടി ചൂടാവുന്നുണ്ട്. അപ്പച്ചട്ടി ഒന്നുമല്ല. എന്തൊക്കെ പേരാ ഇതിനൊക്കെ, പാത്രത്തിൻ്റെയൊക്കെ ആർക്കറിയാം. രാധാണ്ണൻ എവിടെ പോയി? രാധാച്ചനാ കടയില ബിസിനസ്. എന്നോട് പറഞ്ഞ് പാചകം ചെയ്തോ അങ്ങ് വരാം, എല്ലാത്തിനും സഹായിക്കാന്നൊക്കെ പറഞ്ഞ്. എന്ത് ചെയ്യാനാ ദൈവമേ. ഉപ്പ് കൂടുതലാണെന്നോ പുളി കൂടുതലാണെങ്കിലും കുറ്റം പറയാൻ ഒത്തിരി ആൾക്കാരുണ്ട്. ഇതൊന്ന് അയ്യോ നല്ല കുഞ്ഞ്. ഒരു ദിവസം ഇച്ചിരി ഉപ്പ് കൂടിയാ തീർന്നു. അന്ന് വൈകുന്നേരം വരെ ഇവിടെ ചർച്ചയാ. ഇവിടെ ഒരു ദിവസം പിന്നെ ഞാൻ പയറുതോരൻ വെച്ച് ഒരു ശകലം ഉപ്പ് കൂടിപ്പോയി. ഉച്ചയ്ക്ക് ഉണ്ണാൻ വന്നപ്പം ഒരു രാധാച്ചനും ഉണ്ണിക്കുട്ടനും പറയാൻ തുടങ്ങിയത് വൈകുന്നിട്ട് 9:30 വരെ അത് ചർച്ചയായിരുന്നു ഇവിടെ. എന്നാ പോട്ടെ, കയ്യവത്തോ ആർക്കായാലും പറ്റും, മനുഷ്യനല്ലയോ. ഒരു തവണയാണ് പിന്നെ കുഴപ്പമില്ല, എല്ലാ ദിവസവും പിന്നെ എല്ലാ ദിവസവും ഒക്കെ ഇവിടെ ഉപ്പിടുവാ. എന്നാ എടുത്ത് കയ്യത്ത് കിടക്കുന്ന കാണാം. ഇവിടെ ഒരാഴ്ച കൊണ്ട് ആ പാക്കറ്റ് ഉപ്പ് തരും. അപ്പം നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കുന്നു. വെളിച്ചെണ്ണ ചൂടാവട്ടെ. അപ്പൊ എണ്ണ ചൂടായിരിക്കുന്നു, പുകയൊക്കെ വന്നു. കടുകിട്ട് കസ്കസ് നിന്റെ കടുക് പൊട്ടി. എനിക്കറിയാം ഇതൊക്കെ പാചകം ചെയ്യാം. അടുത്ത ഇനി മുളക് പൊടി ഇടണം. പോടാ അല്ല, അടുത്ത സവാള ഇടണം. സവാള ഇട്ട് കഴിയുമ്പോ മുളക് പൊടി ഇടണം. നിനക്കൊക്കെ തിന്നാനറിയാം. മുളക് പൊടി ഇട്ട് കഴിയുമ്പം മഞ്ഞപ്പൊടി ഇടണം. മഞ്ഞപ്പൊടി ഇട്ട് കഴിയുമ്പോഴത്തേക്ക് വെണ്ടയ്ക്ക ഇടണം. വെണ്ടയ്ക്ക ഇട്ട് കഴിയുമ്പോഴത്തേക്ക് തേങ്ങ ഇടണം. എന്നിട്ട് ഈ മുട്ടയും കൂടി ഇട്ട് കഴിഞ്ഞാൽ തോരൻ റെഡി ചെയ്യും. മറ്റൊരു മുളക്, ഇതൊക്കെ ഇടുവല്ലേ, കറിവേപ്പില, ഇനി സവാള. അതുപോലെ മഞ്ഞപ്പൊടി നമ്മൾ ഉണ്ടാക്കിയ മഞ്ഞപ്പൊടിയാ കേട്ടോ. ഹോം മെയ്ഡ് മഞ്ഞപ്പൊടി, പഞ്ചസാര, പോടാ ഇച്ചിരി ഉപ്പ്. എനിക്ക് ഇച്ചിരി ബീപ്പ് കൂടുതലാണ്ട് ഉപ്പൊക്കെ ഞാൻ കുറച്ചേ ഇടുന്നുള്ളൂ കേട്ടോ. റെഡിയാ. ഇപ്പോൾ ഒന്ന് വാടിയിട്ടുണ്ട് നമ്മുടെ പിന്നെ സവാള. ഇപ്പോൾ ഒരു മുളക് പൊടി, 1/2 സ്പൂണ് മുളക് പൊടി. സവാള മുമ്പേ ഇടുന്ന അല്ലെങ്കിൽ കിളികളാന്നായിപ്പോൾ വെണ്ടയ്ക്ക. ഇതാ ഒട്ടിപ്പിടിക്കും. ഇനി ഇതെന്താ വാന്നാ ഒട്ടിപ്പിടിക്കുമോ എന്താ. ഇനി നമ്മുടെ വെണ്ടയ്ക്ക മെയിൻ ഐറ്റം വെണ്ടയ്ക്ക ഇങ്ങോട്ട് ഇടുക. ഒരു പേടി പേടിക്കണം ഇതും കൂട്ടി. ആന്ന് വെണ്ടയ്ക്ക ഇട്ട് ഇനി ഒരു 10 മിനിറ്റ് നമുക്ക് ഇത് വേവാൻ വേണ്ടി അടച്ചു വെക്കാം. വെണ്ടയ്ക്ക വാടിയിട്ടുണ്ട്. അപ്പം നമുക്ക് തേങ്ങ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. തേങ്ങ ഒന്ന് കൈ കൊണ്ടൊക്കെ ഞെരടി ഇടാമെങ്കിൽ അത് നല്ലത്. സ്പൂൺ എടുക്കാമായിരുന്നു. ഇതാകുമ്പോൾ അങ്ങ് കുഴയും വേണം.
കുഴയുന്നില്ലേ ടെസ്റ്റ്? അല്ല, ഒന്നേലൊന്ന് തൊടാതെ കിടക്കണം. ഒന്ന് ചൂടായി കഴിഞ്ഞിട്ട് മുട്ട കഴുകി വെച്ചേക്കുക. ഇവിടെ ഇറക്കാം. ഡബിൾ ഓംപ്ലേറ്റ് അടിച്ചിരിക്കുന്നു. അതിനകത്ത് നമ്മള് ഒരു ശകല ഉപ്പ്, മുട്ടയുടെ മുകളിൽ ഇടുക. കുരുമുളക് ഇടുവോ? ആ കുരുമുളകും വേണം. ബുൾസൈയോ? അല്ല, അന്നേരം ഒരു മുണ്ടക്ക ബുൾസൈ. അപ്പോടാ ശകലം കുരുമുളക് പൊടിയും കൂടെ കണ്ടോ. നിങ്ങൾ നോക്കൂ, ഇത് മുണ്ടക്ക ബുൾസൈ ആണ്. 2 മുട്ട മതിയായിരിക്കും. ഈ ഒത്തിരി വേണ്ട, കുഴ വന്നു. നന്ദു കൈമാറിയിരിക്കുന്നു. എൻ്റെ കൈയല്ല, നന്ദപ്പൻ്റെ കൈ. പാത്രമല്ല അവൻ ഇളക്കി തിരിക്കും. ഇവിടെ ഇന്നത്തെ ദിവസം ഉണ്ണിക്കുട്ടനും ഇല്ല, ശ്രീക്കുട്ടനും ഇല്ല കേട്ടോ. അല്ല, 2 പേരും കണ്ടനം. ഉണ്ണിക്കുട്ടൻ ക്രിക്കറ്റ് കളിക്കാൻ പോയി, ശ്രീക്കുട്ടൻ കൊല്ലത്ത് പോയി. റെഡി ആയിരിക്കുകയാണ്. ടേസ്റ്റ് ചെയ്യാൻ ആളെ വിളിക്കാം. രാധാച്ചനെ പോയി വിളിച്ചിട്ട്. ഇതെന്തോന്നറിയോ? ഇതെന്തുവാന്ന് അണ്ണൻ പറ. മുട്ട ബുർജിയാണെന്ന് തോന്നുന്നു. മുട്ട ബുർജിയോ? മുട്ട തോരൻ ഇവരങ്ങനെയാ പറയുന്നത്. ഹിന്ദിക്കാര്. ഇതിരാഴ്ച നമ്മള് വെണ്ടയ്ക്ക തോരൻ വെച്ചിട്ട് അതിനകത്തോട്ട് മുട്ട ചിക്കിയിട്ട് വെണ്ടയ്ക്ക തോരൻ വെക്കും. അതിനകത്തോട്ട് 2 മുട്ട ഒഴിച്ച് കുരുമുളക് പൊടി ഉപ്പും ഒക്കെ ഇട്ട് തേങ്ങയും ഒക്കെ ഇട്ട് നമ്മൾ അടിപൊളിയാക്കി. കണ്ടോ? നോക്ക്. അപ്പൊ ഇപ്പം ദൈവമേ കൊതി കളയട്ടെ കണ്ണപ്പൻ അന്നപ്പൻ്റെ. അതൊന്ന് തിന്ന് രുചി നോക്കിയിട്ട് പറ എന്ത് അടിപൊളിയാണ്. വെണ്ടയ്ക്ക അങ്ങനെ വരണ്ട. മുട്ട ഉണ്ടെന്ന് അറിയുന്നുണ്ടോ? മുട്ടയുണ്ട്. എങ്ങനെയുണ്ട് സാധനം? കുഴപ്പമില്ല. ഉപ്പൊക്കെ ഉണ്ടോ? എങ്ങനെയുണ്ട്? അല്ല, എങ്ങനെ അടിപൊളി. സൂപ്പർ. അപ്പം അടുത്ത വീഡിയോയിലേക്ക് വീണ്ടും കാണാം. ഞങ്ങൾ വരുന്നതാണ്. ഓക്കെ.